Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ CT302 സ്ട്രക്ചറൽ അനാലിസിസ് 2ലെ ഫസ്റ്റ് മൊഡ്യൂളിലെ 11th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് തിയറം, കൈനമാറ്റിക് തിയറം, യൂണിക്നെസ് തിയറം. ഓക്കെ, അപ്പോൾ കൊളാപ്സ് ലോഡ് എന്താണെന്ന് നമ്മൾ നേരത്തെ തൊട്ട് ലെക്ചറിൽ പറഞ്ഞായിരുന്നു, എന്നാലും ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു പോവുകയാണ്. എ സ്ട്രക്ചർ ഈസ് സെഡ് ടു ഹാവ് കൊളാപ്സ്ഡ് ഇഫ് either structure or part of the structure start undergoing unlimited deformation. അപ്പോൾ സ്ട്രക്ചറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ എൻറ്റയർ സ്ട്രക്ചറിൽ ഒരു അൺലിമിറ്റഡ് ആയിട്ട് ഡീഫോർമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അവിടെ സ്ട്രക്ചർ കൊളാപ്സ്ഡ് ആയി എന്ന് പറയാം. ദിസ് ഹാപ്പൻസ് വെൻ ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻ അവൈലബിൾ ആർ മോർ ദാൻ ദ നമ്പർ ഓഫ് റിയാക്ഷൻ കമ്പോണൻറ്റ്സ്. അപ്പോൾ ഒരു സ്ട്രക്ചറിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻസ് അതിൻ്റെ അൺനോൺ റിയാക്ഷൻസിനെക്കാളും കൂടുതലാണെങ്കിലാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. ദ സ്റ്റേറ്റ് അറ്റ് വിച്ച് ദിസ് കണ്ടീഷൻ ഡെവലപ്പ് ഈസ് സെഡ് ടു ബി കൊളാപ്സ് മെക്കാനിസം ആൻഡ് ദ ലോഡ് ക്യാരിഡ് അറ്റ് ദിസ് സ്റ്റേറ്റ് ഈസ് കോൾഡ് കൊളാപ്സ് ലോഡ്. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ കൊളാപ്സ് മെക്കാനിസം എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷനിൽ ഉണ്ടാകുന്ന ലോഡിനെയാണ് നമ്മൾ കൊളാപ്സ് ലോഡ് എന്ന് പറയുന്നത്. ദ കൊളാപ്സ് ലോഡ് ഈസ് ഓൾസോ കോൾഡ് അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ സ്ട്രക്ചർ. അപ്പോൾ ആ സ്ട്രക്ചറിൻ്റെ അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എന്നും പറയാറുണ്ട് നമ്മൾ കൊളാപ്സ് ലോഡിനെ. ഡിറ്റർമൈനിങ് ദ കൊളാപ്സ് ലോഡ് ഓഫ് എ സ്ട്രക്ചർ ഈസ് കോൾഡ് പ്ലാസ്റ്റിക് അനാലിസിസ്. ഒരു സ്ട്രക്ചറിൻ്റെ ഈ കൊളാപ്സ് ലോഡ് കണ്ടുപിടിക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. നോർമലി സ്ട്രക്ചേഴ്സ് ആർ പെർമിറ്റഡ് ടു ക്യാരി ഓൺലി ഫ്രാക്ഷൻ ഓഫ് കൊളാപ്സ് ലോഡ്, ദാറ്റ് ഈസ് വർക്കിംഗ് ലോഡ്. ഇപ്പോൾ നോർമൽ കണ്ടീഷനിൽ നമ്മളൊരു സ്ട്രക്ചറിൽ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ കൊളാപ്സ് ലോഡിൻ്റെ ഒരു ഫ്രാക്ഷൻ മാത്രം അപ്ലൈ ചെയ്യുന്ന രീതിയിലായിരിക്കും അല്ലെങ്കിൽ ഹാപ്പൻ ചെയ്യുന്ന രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ വർക്കിംഗ് ലോഡ് എന്ന് പറയുന്നു. The relationship between collapse load and working load is collapse load is equal to load factor into working load. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. ലോഡ് ഫാക്ടർ ഈസ് എ ടേം സിമിലർ ടു ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് ഇൻ ദ ഇലാസ്റ്റിക് ഡിസൈൻ. ഇലാസ്റ്റിക് ഡിസൈൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി പറയാറുണ്ട്. അതേപോലെയാണ് ലോഡ് ഫാക്ടർ കൊളാപ്സ് ലോഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദ ലോഡ് ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് കൊളാപ്സ് ലോഡ് ടു വർക്കിംഗ് ലോഡ്. അപ്പോൾ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ കൊളാപ്സ് ലോഡിൻ്റെയും വർക്കിംഗ് ലോഡിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് വരാം. ദ ബേസിക് തിയറം ഫോർ ഫൈൻഡിങ് കൊളാപ്സ് ലോഡ്. കൊളാപ്സ് ലോഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബേസിക് ആയിട്ട് 3 തിയറംസ് ആണുള്ളത് പ്ലാസ്റ്റിക് അനാലിസിസിൽ. ഒന്നാമത്തത് സ്റ്റാറ്റിക് തിയറം, രണ്ടാമത്തത് കൈനമാറ്റിക് തിയറം, മൂന്നാമത്തത് യൂണിക്നെസ് തിയറം. ഫസ്റ്റ് വൺ, സ്റ്റാറ്റിക് തിയറം. ഇറ്റ് സ്റ്റേറ്റ് for a given structure and loading, if there exists any distribution of bending moment throughout the structure which is both safe and statically admissible with a set of load capital W, the value of W must be less than or equal to the collapse load WC. Thus W less than or equal to WC. അപ്പോൾ നമ്മൾ ഈ സ്റ്റാറ്റിക് തിയറത്തിൽ പറയുന്നത് ഒരു സ്ട്രക്ചറിൽ അതിൻ്റെ അകത്ത് ഒരു ലോഡിങ് സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ബോത്ത് സേഫും ആയിരിക്കണം സ്റ്റാറ്റിക്കലി അഡ്മിസിബിളും ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ലോഡ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, W വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു WC ആയിരിക്കും. കൊളാപ്സ് ലോഡിനേക്കാളും ഈക്വലോ ലെസ്സോ ആയിരിക്കും അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ്. സ്റ്റാറ്റിക്കലി അഡ്മിസിബിളും സേഫും ആയിട്ട് ബെൻഡിങ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ. ദ ടേം സ്റ്റാറ്റിക്കലി അഡ്മിസിബിൾ മീൻസ് ദ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം സാറ്റിസ്ഫൈ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. അപ്പോൾ സ്റ്റാറ്റിക്കലി അഡ്മിസിബിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ബെൻഡിങ് മൊമെൻറ്റുകളെല്ലാം നമ്മുടെ ബേസിക് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം. ദ ടേം സേഫ് മീൻസ് അറ്റ് നോ പോയിന്റ് ബെൻഡിങ് മൊമെൻറ്റ് ഈസ് മോർ ദാൻ പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി ഓഫ് ദ സെക്ഷൻ. അപ്പോൾ സേഫ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ ബെൻഡിങ് മൊമെൻറ്റിലെ ഒരു പോയിൻറ്റും പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി, ആ സെക്ഷൻ്റെ പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റിയെ ക്രോസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് താഴെ ആയിരിക്കണം. ദിസ് തിയറം is called lower bound theory since the value of loads obtained are always less than or equal to collapse load. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു കണ്ടീഷനാണ്, ഇവിടെ കിട്ടുന്ന ലോഡെന്ന് പറഞ്ഞാൽ കൊളാപ്സ് ലോഡിനേക്കാളും ഈക്വലോ ലെസ്സറോ ആയതുകൊണ്ട് തന്നെ നമ്മളിതിനെ ലോവർ ബൗണ്ട് തിയറി എന്നും പറയാറുണ്ട്. അടുത്ത തിയറമാണ് കൈനമാറ്റിക് തിയറം. ദിസ് തിയറം സ്റ്റേറ്റ്സ് ഫോർ എ ഗിവൺ സ്ട്രക്ചർ സബ്ജക്ട് ടു എ സെറ്റ് ഓഫ് ലോഡ് ക്യാപിറ്റൽ W, the value of capital W found to be correspond to any assumed mechanism must be either greater or equal to collapse load WC. അപ്പോൾ കൈനമാറ്റിക് തിയറിയിൽ പറയുന്നത് ഒരു സെറ്റ് ഓഫ് ലോഡ് ക്യാപിറ്റൽ W ഒരു സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുവാണെങ്കിൽ ഈ W നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു അസ്യൂംഡ് മെക്കാനിസം വഴിയിട്ടായിരിക്കും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W വിൽ ബി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു WC. കൊളാപ്സ് ലോഡിനേക്കാളും ഗ്രേറ്ററോ ലെസ് ഈക്വലോ ആയിരിക്കും W എന്ന് പറയുന്നത്.
Since for any assumed mechanism the value of W obtained is greater or equal, this is known as upper bound theory. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് ഒരു അസ്യൂംഡ് മെക്കാനിസം എടുത്താലും കിട്ടുന്ന W എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊളാപ്സ് ലോഡിനേക്കാളും ഈക്വലോ ഗ്രേറ്ററോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിനെ അപ്പർ ബൗണ്ട് തിയറി എന്നാണ് പറയുന്നത്. അടുത്ത മൂന്നാമത് യുണീക്നെസ് തിയറം. യുണീക്നെസ് തിയറം എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. അതായത് സ്റ്റാറ്റിക് തിയറത്തിൽ നിന്നും കൈനമാറ്റിക് തിയറത്തിൽ നിന്നും കോമൺ ആയിട്ട് രണ്ടും ഈക്വലായിട്ട് വരുന്ന ഒരു ലോഡിനെയാണ് നമ്മൾ യുണീക്നെസ് തിയറത്തിൽ എടുക്കുന്നത്. ദ സ്റ്റാറ്റിക് ആൻഡ് കൈനമാറ്റിക് തിയറംസ് ആർ ഒബ്റ്റെയിൻഡ് ക്യാൻ ബി കമ്പൈൻഡ് ടു ഫോം തിയറം വിച്ച് ഗീവ്സ് എ യുണീക്ക് വാല്യൂ ഫോർ കൊളാപ്സ് ലോഡ്. അപ്പോൾ സ്റ്റാറ്റിക് തിയറവും കൈനമാറ്റിക് തിയറവും കമ്പൈൻ ചെയ്തിട്ട് കൊളാപ്സ് ലോഡിന് ഒരു യുണീക്ക് ലോഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ യുണീക്നെസ് തിയറം എന്ന് പറയുന്നത്. ഫ്രം സ്റ്റാറ്റിക് തിയറം it is known that for any value of W greater than WC, it is impossible to find any distribution of bending moment which will be both safe and statically admissible. അതായത് സ്റ്റാറ്റിക് തിയറം പറയുന്നത് W എപ്പോഴും ലെസ് ദാൻ WC ആയിരിക്കണം, എങ്കിൽ മാത്രമേ സേഫും സ്റ്റാറ്റിക്കലി അഡ്മിസിബിളും ആയിട്ടുള്ള ഒരു ബെൻഡിങ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എപ്പോഴെങ്കിലും W ഗ്രേറ്റർ ദാൻ WC വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താണ് ഒരു സേഫും സ്റ്റാറ്റിക്കലി അഡ്മിസിബിളും ആയിട്ടുള്ള ഒരു ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഒരിക്കലും പോസിബിൾ അല്ല, ഇംപോസിബിൾ ആയിരിക്കും. സിമിലർലി ഫോർ കൈനമാറ്റിക് തിയറം ഇറ്റ് ഈസ് നോൺ ദാറ്റ് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഫൈൻഡ് എനി മെക്കാനിസം ഫോർ വിച്ച് ദ കറസ്പോണ്ടിങ് ലോഡ് ഈസ് ലെസ് ദാൻ WC. അപ്പോൾ അതേപോലെ കൈനമാറ്റിക് മെക്കാനിസത്തിൽ പറയുന്നത് W എപ്പോഴും ഗ്രേറ്റർ ദാൻ WC ആയിരിക്കണമെന്നാണ്. അപ്പോൾ എപ്പോഴെങ്കിലും W ലെസ് ദാൻ WC വന്നു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിലും നമുക്ക് എന്താണ് സ്റ്റാറ്റിക്കലി അഡ്മിസിബിൾ ആയിട്ടുള്ള ഒരു ബെൻഡിങ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം നമുക്ക് കിട്ടത്തില്ല. Combining these, the following theorem is framed to get unique value of load which will be equal to WC. അപ്പോൾ അങ്ങനെ ഈ രണ്ട് തിയറംസും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് രണ്ട് കേസിലും ഒരു യുണീക്ക് ആയിട്ടുള്ള ലോഡ് കിട്ടുന്ന രീതിയിൽ വിച്ച് വിൽ ബി ഈക്വൽ ടു WC, കൊളാപ്സ് ലോഡിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ലോഡ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ യുണീക്നെസ് തിയറം ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ യുണീക്നെസ് തിയറം പറയുന്നത് ഇതാണ്: ഇഫ് ഫോർ എ ഗിവൺ സ്ട്രക്ചർ ആൻഡ് ലോഡിംഗ് അറ്റ്ലീസ്റ്റ് വൺ സേഫ് ആൻഡ് സ്റ്റാറ്റിക്കലി അഡ്മിസിബിൾ ബെൻഡിങ് മൊമെൻറ്റ് distribution can be found, and in this distribution the bending moment is equal to fully plastic moment at enough cross section to cause failure of the structure due to unlimited rotation at plastic hinge forming mechanism, the corresponding load will be equal to collapse load. അപ്പോൾ യുണീക്നെസ് തിയറത്തിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഒരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പല ടൈപ്പ് ഓഫ് ലോഡിങ് ഉണ്ടാവും. ആ ലോഡിങ്ങിൽ അറ്റ്ലീസ്റ്റ് വൺ സേഫ് സ്റ്റാറ്റിക്കലി അഡ്മിസിബിൾ ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാവും. ഒരു സ്റ്റാറ്റിക്കലി സേഫ് ആൻഡ് അഡ്മിസിബിൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഉണ്ടാവും. എങ്ങനെയാണ്? ഈ പറഞ്ഞ രണ്ട് കണ്ടീഷനും സേഫായിട്ട്, അതായത് സ്റ്റാറ്റിക് തിയറവും കൈനമാറ്റിക് തിയറം പോലെ തന്നെ അല്ല, അതിൻ്റെ യൂണീക്കായിട്ട് വരുന്ന രീതിയിൽ ആ ലോഡ് WC ആയിട്ട് ഈക്വൽ ആയിട്ടുള്ള ഒരു സേഫ് കണ്ടീഷൻ ഉണ്ടാവും. അതിനെയാണ് നമ്മളിവിടെ കൊളാപ്സ് ലോഡായിട്ട് പറയുന്നത്. മെത്തേഡ് ഓഫ് പ്ലാസ്റ്റിക് അനാലിസിസ്. പ്ലാസ്റ്റിക് അനാലിസിസിലേക്ക് പറയുന്ന മെത്തേഡ് രണ്ടെണ്ണമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തിയറംസ് ആണ് പറഞ്ഞത്. ഇനി അടുത്തത് പ്ലാസ്റ്റിക് അനാലിസിസിൽ വരുന്ന രണ്ട് മെത്തേഡാണ്. ഒന്ന് സ്റ്റാറ്റിക് മെത്തേഡും കൈനമാറ്റിക് മെത്തേഡ്. ഇതിനകത്ത് കൈനമാറ്റിക് മെത്തേഡിലാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം സ്റ്റാറ്റിക് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ അനാലിസിസ് ഓഫ് സ്ട്രക്ചർ ഫോർ വിച്ച് ദ ഷേപ്പ് ഓഫ് ദ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഈസ് ഈസിലി നോൺ. അപ്പോൾ ഒരു സ്ട്രക്ചറിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെയാണ് നമ്മൾ ഈ സ്റ്റാറ്റിക് മെത്തേഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ദ മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് ഡ്രോയിങ് statically admissible bending moment diagram and equating the bending moment at the sufficient point to plastic moment. അപ്പോൾ ഇവിടുത്തെ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നേക്കുന്ന സ്ട്രക്ചറിൻ്റെ സ്റ്റാറ്റിക്കലി അഡ്മിസിബിൾ ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് മൊമെൻറ്റ് വരുന്നിടത്ത് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഇക്വേറ്റ് ചെയ്യുക. സോ ദാറ്റ് ദ കൊളാപ്സ് മെക്കാനിസം ഫോംസ്. ആ രീതിയിൽ നമുക്ക് കൊളാപ്സ് മെക്കാനിസം ഫോം ചെയ്യാം. While doing this, care should be taken to see that the bending moment will not exceed plastic moment കപ്പാസിറ്റി ഓഫ് ദ സെക്ഷൻ അറ്റ് എനി പോയിന്റ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കിട്ടുന്ന ബെൻഡിങ് മൊമെൻറ്റ് ഒരു കാരണവശാലും ആ സ്ട്രക്ചറിൻ്റെ പ്ലാസ്റ്റിക് മൊമെൻറ്റിനെ ഒരിക്കലും ഒരു പോയിന്റിലും എക്സീഡ് ചെയ്യാൻ പാടില്ല. ദ പ്രൊസീജിയർ ഈസ് ഇലസ്ട്രേറ്റഡ് വിത്ത് ദ ബീം പ്രോബ്ലംസ്. ഈ പ്രൊസീജിയർ കൂടുതലായിട്ടും ബീം പ്രോബ്ലംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ദ പ്രോബ്ലംസ് ഓൺ ദ ഫ്രെയിംസ് ആർ നോട്ട് ടേക്കൺ ബൈ ദിസ് മെത്തേഡ് സിൻസ് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഡ്രോ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഫോർ ദം. ഇപ്പോൾ ബീം ആണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പല ബീംസിൻ്റെയും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാംസ് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റാറ്റിക് മെത്തേഡ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഫ്രെയിംസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫ്രെയിമിൻ്റെയും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം നമുക്ക് ബൈ ഹാർട്ട് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് കൂടുതലും ബീംസിന് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് കൈനമാറ്റിക് മെത്തേഡ്. ദിസ് മെത്തേഡ് സ്റ്റേറ്റ്സ്
വിത്ത് ആൻ അസ്യൂംഡ് കൊളാപ്സ് മെക്കാനിസം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ അസ്യൂംഡ് കൊളാപ്സ് മെക്കാനിസം വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഫ്റ്റർ കൊളാപ്സ് മെക്കാനിസം ഈസ് ഫോംഡ്, there can be no change of curvature at any cross section except where plastic hinges are formed. അപ്പോൾ കൊളാപ്സ് മെക്കാനിസം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ പോയിന്റിലും സെയിം കർവേച്ചർ ആയിരിക്കും. അത് കർവേച്ചറിൽ ഫർദർ വേറെ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല എക്സെപ്റ്റ് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്ത പോർഷനിൽ മാത്രം. ഹെൻസ് ഇഫ് എ വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഗിവൺ ടു ദ സ്ട്രക്ചർ ജസ്റ്റ് ആഫ്റ്റർ കൊളാപ്സ് മെക്കാനിസം ഈസ് ഫോംഡ്, ദ ഇൻറ്റേർണൽ വർക്ക് ഡൺ is only by plastic hinge where plastic moment MP is active. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൊളാപ്സ് മെക്കാനിസം ഉണ്ടായതിന് ശേഷം ആ സ്ട്രക്ചറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഹിഞ്ച് മൂലമുള്ള വർക്ക് ഡൺ ആയിരിക്കും. അതായത് MP ആക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് മൊമെൻ്റ് ആക്ട് ചെയ്യുന്ന പോയിൻ്റ് കൊണ്ട് മാത്രം. ഹെൻസ് ബൈ ഇക്വേറ്റിംഗ് ദ ഇൻറ്റേർണൽ വർക്ക് ഡൺ ബൈ പ്ലാസ്റ്റിക് മൊമെൻ്റ് അറ്റ് പ്ലാസ്റ്റിക് ഹിഞ്ച് ടു എക്സ്റ്റേണൽ വർക്ക് ഡൺ ബൈ ലോഡ്സ് വി ക്യാൻ ഗെറ്റ് കൊളാപ്സ് ലോഡ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാസ്റ്റിക് ഹിഞ്ച് കൊണ്ടുണ്ടാകുന്ന ഇൻറ്റേർണൽ വർക്ക് ഡണ്ണും നമ്മുടെ എക്സ്റ്റേണൽ ലോഡ് കൊണ്ടുണ്ടാകുന്ന എക്സ്റ്റേണൽ വർക്കും തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ അവിടുത്തെ കൊളാപ്സ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഹൗവർ അക്കോർഡിംഗ് ടു കൈനമാറ്റിക് തിയറം ദിസ് ഈസ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൊളാപ്സ് ലോഡ്. അപ്പോൾ കൈനമാറ്റിക് തിയറം അനുസരിച്ച് ഈ കിട്ടുന്ന W എന്ന് പറഞ്ഞാൽ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു WC ആണ്. Hence, all possible mechanism can be investigated and one giving the least value may be considered as real collapse load. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു അസ്യൂംഡ് മെക്കാനിസം ആണ്. പല മെക്കാനിസം ഉണ്ടാവും ഒരു ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഒന്നോ രണ്ടോ മെക്കാനിസം ഉണ്ടെങ്കിൽ രണ്ട് രീതിയിലും നമ്മൾ W കണ്ടുപിടിക്കും. എന്നിട്ട് അതിൽ ഏതാണോ ലെസ്സർ വാല്യൂ അതായിരിക്കും കൊളാപ്സ് ലോഡായിട്ട് നമ്മൾ ഫൈനലി ഫിക്സ് ചെയ്യുന്നത്. ഫോർ സ്ട്രക്ചേഴ്സ് ലൈക്ക് കണ്ടിന്യൂസ് ബീം, സിംഗിൾ സ്റ്റോറി സിംഗിൾ ബേ ഫ്രെയിംസ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഇമാജിൻ ഓൾ പോസിബിൾ കൊളാപ്സ് മെക്കാനിസം ആൻഡ് അറൈവ് അറ്റ് കൊളാപ്സ് ലോഡ്സ്. അപ്പോൾ സാധാരണ കണ്ടിന്യൂസ് ബീം ആണെങ്കിലും സിംഗിൾ സ്റ്റോറി സിംഗിൾ ബേ ആയിട്ടുള്ള ഫ്രെയിംസ് ആണെങ്കിലും നമുക്ക് കൊളാപ്സ് മെക്കാനിസം ഒക്കെ നമുക്ക് മാക്സിമം തന്നെ ഇമാജിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ കൊളാപ്സ് ലോഡിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി എത്താൻ പറ്റും. ഹൗവർ ഫോർ മൾട്ടി സ്റ്റോറി മൾട്ടി ബേ ഫ്രെയിംസ് സം ഓഫ് ദ പോസിബിൾ മെക്കാനിസം മേ ബി ബിയോണ്ട് ഇമാജിനേഷൻ. ഇപ്പോൾ മൾട്ടി സ്റ്റോറി സ്ട്രക്ചർ മൾട്ടി ബേസ് ഉള്ള സ്ട്രക്ചറൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ മെക്കാനിസം ഒക്കെ നമ്മുടെ ഇമാജിനേഷൻ്റെ പുറത്ത് പല ടൈപ്പും വരാം. Hence, in such cases, to confirm the real mechanism, the bending moment at various critical points are found in assumed collapse condition and check whether any bending moment is more than plastic capacity of the section. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലെ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കും. ഓക്കെ, ഇനി അവിടുത്തെ പ്ലാസ്റ്റിക് കപ്പാസിറ്റിക്ക് മുകളിൽ ഈ ബെൻഡിങ് മൊമെൻറ്റ് പോകുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഈ ഒരു രീതിയിലാണ് നമ്മൾ കൊളാപ്സ് മെക്കാനിസം ഫിക്സ് ചെയ്യും. ഇഫ് ദ ബെൻഡിങ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു ഓർ വിത്തിൻ ദ പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി അറ്റ് ഓൾ സെക്ഷൻ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ബെൻഡിങ് മൊമെൻറ്റ് പ്ലാസ്റ്റിക് മൊമെൻറ്റുമായിട്ട് ഈക്വൽ ടുവോ അല്ലെങ്കിൽ ലെസ്തറോ ആണെങ്കിൽ ദ റിയൽ കൊളാപ്സ് മെക്കാനിസം ആൻഡ് കൊളാപ്സ് ലോഡ് ഈസ് ദ റിയൽ കൊളാപ്സ് ലോഡ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ അവിടെ കിട്ടുന്ന കൊളാപ്സ് ലോഡ് എന്ന് പറഞ്ഞാൽ റിയൽ കൊളാപ്സ് ലോഡ് തന്നെ ആയിരിക്കും. ഇൻ ദിസ് ചാപ്റ്റർ analysis is restricted to only continuous beam and single bay single story frames. This method is also known as mechanism method or virtual work method. അപ്പോൾ ഇവിടെ നമുക്ക് സിലബസിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കണ്ടിന്യൂസ് ബീംസും അല്ലെങ്കിൽ സിംഗിൾ ബേ സിംഗിൾ സ്റ്റോറി ഫ്രെയിംസും ആണ്. ഇതിനെ നമ്മൾ മെക്കാനിസം മെത്തേഡ് എന്നും അല്ലെങ്കിൽ വിർച്വൽ വർക്ക് മെത്തേഡ് എന്നും പറയാറാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു കൊളാപ്സ് ലോഡ് കണ്ടുപിടിക്കുന്ന അനാലിസിസിലേക്ക് പോകാനായിട്ടുള്ള തിയറിയിൽ പറയാനുള്ളത്. അപ്പോൾ തിയറംസ് 3 പറഞ്ഞു. ഇനി കൊളാപ്സ് ലോഡ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമ്മൾ 2 സ്റ്റാറ്റിക് മെത്തേഡും കൈനമാറ്റിക് മെത്തേഡും പറഞ്ഞു. ഇതിനകത്ത് കൈനമാറ്റിക് മെത്തേഡാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന തിയറി ജസ്റ്റ് ഒന്ന് കേട്ട് മനസ്സിലാക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.